കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വചനം ധ്യാനിക്കുകയും ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ വിലപ്പെട്ട ഹൃദയം ഞാൻ എന്നിലേക്ക് അല്പസമയം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം കുടുംബജീവിതത്തിൽ തലയായിരിക്കുന്ന പുരുഷനെ കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ട് ഈ സന്ദേശം നിങ്ങളോട് അവതരിപ്പിക്കാൻ ദൈവനാമത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ഈ വിഷയം നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണെങ്കിലും ഹൃദയത്തിൻ്റെ ഏതോ ഭാഗത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വിഷയത്തെ ഒന്ന് തട്ടി ഉണർത്തി ഒരിക്കൽ കൂടി അത് ജീവിതത്തിലേക്ക് പകർത്തുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഈ സന്ദേശം ഞാനിവിടെ പകരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുന്നത് കർത്താവ് സ്ഥാപിച്ചതാണ്. ദൈവം കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോഴും ആ ഒരു ഭാഗം അല്ലെങ്കിൽ ബന്ധത്തെക്കുറിച്ച് വളരെ ശക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയുടെ തല പുരുഷനെന്ന് വേദപുസ്തകം കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഭവനത്തിലെ തല എന്ന് പറയുന്നത് ഒരു പുരുഷനാണ്. ആ പുരുഷൻ ഉണ്ടാകേണ്ട 5 പ്രധാനപ്പെട്ട ഗുണങ്ങൾ എഫെസ്യ ലേഖനത്തിനകത്ത് വ്യക്തമാക്കുന്നു. അനേക ഗുണങ്ങൾ ആവശ്യമുണ്ട്, എങ്കിലും പ്രധാനപ്പെട്ട 5 ഗുണങ്ങൾ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, എഫെസ്യ ലേഖനം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ഒരുവൻ വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെ ജീവിക്കണം, അവന്റെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, അവന്റെ തലമുറയെ എങ്ങനെ വളർത്തണം, ദാസന്മാരോട് എങ്ങനെ ഇടപെടണം എന്നീ ഇത്യാദി കാര്യങ്ങളെ വ്യക്തമാക്കി, എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യൻ ലൈഫിൽ ടീച്ചിങ് ആണ് എഫെസ്യ ലേഖനം എന്ന് പറയുന്നത്. അത്ര മനോഹരമായിരിക്കുന്ന ഈ ലേഖനത്തിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ 1-ാമത്തെ പ്രത്യേകത കാണാൻ സാധിക്കുന്നു. എന്താണ്? ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. എത്ര മനോഹരമായിരിക്കുന്ന ഒരു വചനം അല്ലെ? എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ നാം സ്നേഹിക്കണം. നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ ആ സ്നേഹത്തെക്കാൾ കുറച്ചും കൂടെ ഉയർന്നൊരു സ്നേഹത്തെക്കുറിച്ചാണ് വിശുദ്ധന്റെ ഒരു കുടുംബ ജീവിതത്തിൽ കുടുംബത്തിനകത്ത് തന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സാധാരണ ജാതികളും തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാറുണ്ട്. നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഭാര്യമാരെ എല്ലാവരും സ്നേഹിക്കാറുണ്ട്. പക്ഷേ ഒരു വിശുദ്ധനായ മനുഷ്യൻ ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. എങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അതെങ്ങനെ ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ദൈവസഭ. ആ സഭയെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുവാൻ യേശു ക്രിസ്തു കൊടുത്തത് തൻ്റെ രക്തവും തൻ്റെ മാംസവും കൊടുക്കുവാനിടയായി. എന്ന് വെച്ചാൽ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും കൊടുത്താണ് എന്നെ വീണ്ടെടുക്കുക മാത്രമല്ല എന്നെയും നിങ്ങളെയും സ്നേഹിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാര്യമാരെയും നമ്മൾ ഇങ്ങനെ സ്നേഹിക്കണം എന്നാണ് വിശുദ്ധ പുസ്തകത്തിനകത്ത്, വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത്
പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക്, വിശുദ്ധന്മാർക്ക് ദൈവം ദൂത് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്ന് ചിന്തിച്ചു നോക്കണം. യേശു സഭയെ സ്നേഹിച്ചത് ഇപ്രകാരമാണെങ്കിൽ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കുന്നത്? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്നേഹിക്കുന്നു. ഇതല്ല സ്നേഹം എന്നാണ് പൗലൂസ് നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ഒരിക്കലും ഞാൻ യേശുവിൻ്റെ അടുക്കൽ വന്നതല്ല, യേശു എനിക്ക് വേണ്ടി മരിച്ച് അവസാനത്തുള്ളിൽ രക്തം വരെ തന്ന് എൻ്റെ അടുക്കൽ വന്ന് എന്നെ വീണ്ടെടുത്തവനാണ് കർത്താവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാര്യമാരെ നമ്മളെ പ്രകാരം സ്നേഹിക്കണം. അവർക്ക് ഒത്തിരി കുറവുകൾ കാണാം, ഒത്തിരി കുറ്റങ്ങൾ കാണാം, ഒത്തിരി ബലഹീന വശങ്ങൾ കാണാം. വേദപുസ്തകം പറയുന്നു സ്ത്രീ ബലഹീന പാത്രം എന്നാണ്. ബലഹീനതകൾ ഉള്ളവരാ. പക്ഷേ ആ ബലഹീനതയുടെ നടുവിൽ അവരെ തള്ളാതെ അവരെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് ഒരു ദൈവ പുരുഷനായിരിക്കുന്ന എന്ന് വെച്ചാൽ ഒരു കുടുംബനാഥന്റെ അല്ലെങ്കിൽ തലയായിരിക്കുന്ന പുരുഷന്റെ ഗുണത്തിൽ ഒന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ചോദിക്കും, അങ്ങനെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് താഴോട്ടുള്ള അധ്യായങ്ങളിൽ ബാക്കി നമുക്ക് എഫെസ്യ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നമ്മളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് ഒത്തിരി പാട്ട് പാടാൻ അറിയാം, നമ്മൾ ഒത്തിരി മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാർക്ക് നമ്മൾ കൈത്താങ്ങൽ കൊടുത്ത് അസിസ്റ്റന്റ് ആയിട്ടും അല്ലാതെ മറ്റുള്ള രീതികളിലും ശുശ്രൂഷകളിൽ കൈത്താങ്ങൽ നൽകുന്നവരാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ആ പ്രാർത്ഥനകൾ സ്വർഗം കേൾക്കണമെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നാണ് യേശു അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനിൽ കൂടെ ദൈവാത്മാവ് ഇന്ന് ഈ സമയത്ത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ ഈ സന്ദേശം പകരുകയാണ്. പലപ്പോഴും എനിക്കും നിങ്ങൾക്കും അത് സാധിക്കുന്നില്ല. നമ്മളവരെ സ്നേഹിക്കാറുണ്ട്. ജാതികളും അങ്ങനെ തന്നെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നു. ഒത്തിരി തുണികൾ വാങ്ങിച്ചു കൊടുത്ത്, അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുത്ത്, അവരുടെ ആഗ്രഹപ്രകാരം അവരെ സ്നേഹിക്കാറുണ്ട്. അതൊരു സ്നേഹമാണ്. പക്ഷേ ക്രിസ്തു ചെയ്തത് അങ്ങനെയല്ല. അവരുടെ ജീവൻ കൊടുത്ത്, യേശുവിൻ്റെ ജീവൻ കൊടുത്താണ് എന്നെ വീണ്ടെടുത്തത്, എന്നെ സ്നേഹിച്ചത്. അതാണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ സന്ദേശവുമായി നിൽക്കുന്നതിന് മുമ്പ് എനിക്കൊരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളിലും രാഷ്ട്രീയത്തിന്റെ പിന്നാലെയും നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം പാപത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. മനുഷ്യനെ കൊല്ലാനുള്ള വ്യഗ്രതയുള്ള ഒരു കാലഘട്ടമായിരുന്നു. എതിരാളികളോട് എതിർത്ത് നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നെ ഒരിക്കലും ക്രിസ്തു എന്നെ ആഗ്രഹിക്കേണ്ട ഒരു ക്വാളിറ്റിയും എനിക്കില്ല. പക്ഷേ കൃപയാൽ കർത്താവ് എന്നെ സ്നേഹിച്ചു, അവന്റെ മണവാട്ടിയാക്കി തീർത്തു. അതിനുശേഷം യേശു എന്നെ സ്നേഹിച്ച ശേഷം, ഞാൻ സ്നാനപ്പെട്ടിയ ശേഷം എന്തൊക്കെയോ ബലഹീനതകൾ വന്നു, എന്തൊക്കെയോ കുറവ് വന്നു. അവിടെ ഒരിടത്ത് പോലും ഈ യേശു എന്നെ ശിക്ഷിച്ചില്ല. അവന്റെ സ്നേഹം ഓരോ ദിവസവും എൻ്റെ മേൽ ചൊരിയുവാനിടയായി. ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഞാൻ ഇന്ന് ഈ തിരുവചനം നിങ്ങളുടെ മുമ്പിൽ എൻ്റെ യേശുവിനെ കുറിച്ച് ധൈര്യത്തോട് പറയാനിടയാകുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സഭയെ ക്രിസ്തു സ്നേഹിച്ചത് ഇങ്ങനെയാണെങ്കിൽ, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ എങ്ങനെ സ്നേഹിക്കണം? ഡിമാൻഡ് ഇല്ലാതെ, യാതൊരു വിധമാകുന്ന ഡിമാൻഡ് പറയാതെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അവളിലുള്ള സ്നേഹം എന്നിലേക്ക് കടന്നു വരുന്നു. ഇതിനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചു എന്ന വാക്കുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇന്ന് യേശുവിന് വേണ്ടി എത്ര ആയിരങ്ങൾ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഒരു സമയത്ത് പാപികളായിരുന്നു, ഒരു സമയത്ത് ദോഷികളായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം അവരെ ആകർഷിക്കും തോറും ഇന്ന് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനം
യേശുവിന് വേണ്ടി മരിക്കാൻ കിടക്കുകയാണ്, തല വെച്ചു കൊടുക്കാൻ കിടക്കുകയാണ്. ലോകത്തിന്റെ സകലതും വെടിഞ്ഞ് യേശുവിന്റെ പിന്നാലെ പോകുന്നു. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സഭയെ കർത്താവ് സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പ്രതിഫലമാണ് സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം നാം അവരെ സ്നേഹിക്കുമ്പോൾ, യാതൊരു ഡിമാൻഡും കൂടാതെ അവരെ സ്നേഹിക്കുമ്പോൾ, അവരുമായി സഹകരിക്കുമ്പോൾ, അവരുടെ ബലഹീനത ഓർക്കാതെ നമ്മൾ അവരെ കരുതുമ്പോൾ, അവരെ ഒത്തിരി സ്നേഹം അവരിലേക്ക് പകരുമ്പോൾ, അവരിലുള്ള സ്നേഹം നമ്മിലേക്ക് പകരാൻ തുടങ്ങുന്നു. ഇതാണ് കുടുംബ ജീവിതത്തിന്റെ ഐക്യത എന്ന് പറയുന്നത്. ആ ഐക്യതയിലാണ് രണ്ടുപേർ ഭൂമിയിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് പിതാവ് അത് ചെയ്തത് വിഷയങ്ങളുടെ മറുപടി തരുമെന്ന് വേദപുസ്തകം പറയുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ, കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവുമായുള്ള ആത്മീയ ഐക്യതയുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ വിശുദ്ധിയിൽ വളർച്ച വരുവാനിടയാകും. നമ്മൾ ആത്മീയത്തിൽ വളരുക മാത്രമല്ല, അടുത്തൊരു ജനറേഷൻ, നമ്മുടെ തലമുറകൾ ആ പാതയിൽ, ക്രിസ്തുവിന്റെ പാതയിലേക്ക് വരുവാനിടയാകും. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാതാവേ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ചിലപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന പിതാവായിരിക്കാം, ചിലപ്പോൾ യൗവനക്കാരായിരിക്കാം, ചിലപ്പോൾ ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരായിരിക്കാം. ഈ സന്ദേശം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ വിവാഹം കഴിഞ്ഞവരോട് ഞാൻ പറയുന്നു, ഇതുവരെയും നിങ്ങളുടെ ഭാര്യയെ ഡിമാൻഡ് നോക്കിയിട്ട് സ്നേഹിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ദൈവസന്നിധി ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ഒത്തിരി അന്യഭാഷ നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ നാവ് കൊണ്ട് ഇഷ്ടം പോലെ പറയുന്നവരായിരിക്കാം, ഇഷ്ടം പോലെ ദൈവവചനം ഒത്തിരി ധ്യാനിക്കുന്നവരായിരിക്കാം, മണിക്കൂറോളം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ ദൈവം തന്ന തുണയെ അവഗണിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിൽ നീതിയുള്ളതല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏതേൻ തോട്ടത്തിനകത്ത് ആദാവും ഹവ്വയും അവർ ഐക്യതയോടെ ജീവിച്ചതാ, ഒരു മനപ്പെട്ട് ജീവിച്ചതാ, ഒരഭിപ്രായത്തിൽ ജീവിച്ചതാ. എവിടെയോ വന്നു പോയ അകൽച്ചയാണ് അവർ രണ്ടായിട്ട് മാറി. ഒരാൾ വന്ന് പതുക്കെ ഇങ്ങോട്ട് നടന്നപ്പോൾ സാത്താൻ സംസാരിക്കുക, അല്ലെങ്കിൽ പാമ്പ് സംസാരിക്കുകയും ആ ഫലം രണ്ടുപേരുമായി ഷെയർ ചെയ്യുകയും രണ്ടുപേരും ഏതേനിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, ദൈവദാസന്മാരോട് പറയട്ടെ, കുടുംബജീവിതം എന്ന് പറയുന്നത് സ്വർഗമാണ്. അത് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്വർഗം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉണ്ടായത് കൊണ്ടല്ല, നിങ്ങളുടെ സൗന്ദര്യത്തിലല്ല, നിങ്ങളുടെ ആരോഗ്യത്തിലല്ല, നിങ്ങളുടെ കഴിവിലല്ല, നിങ്ങളുടെ നല്ല ജോലിയിലല്ല, നിങ്ങളുടെ നല്ല വിദ്യാഭ്യാസത്തിലല്ല, നിങ്ങളുടെ കുലശ്രേഷ്ഠതയിലല്ല, നിങ്ങളുടെ ആത്മീയതയുടെ വലിയ നിറവിലല്ല, നിങ്ങൾ ഭയങ്കരമായ ശുശ്രൂഷയിലല്ല, പിന്നെയോ നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ കുടുംബ നായികയോട് ഉള്ള സഭയെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്, നമ്മുടെ ഓട്ടം വ്യർത്ഥമാണ്. അവസാന നാളിൽ ചിലപ്പോൾ നാം തള്ളപ്പെടേണ്ടി വരും. ആമേൻ, ഹല്ലേലൂയ. നോക്കുക, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു ഈ ദൂതൊന്ന് കേട്ടുകൊള്ളണമേ. ഞാനൊരു ദൈവദാസനാണ്. ഞാൻ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട്. എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരും ഭയങ്കരമായ ബഹുമാനങ്ങളും മാന്യതകളും തരുന്നുണ്ട്. അവർക്കാർക്കും എൻ്റെ സ്വഭാവം അറിയില്ല. എൻ്റെ കൂടെ ഉണ്ടാകുന്ന എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ എൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ കഴിയുള്ളൂ. അവൾ പറയണം എൻ്റെ ഭർത്താവ് ഒരു വിശുദ്ധനാണെന്ന്, എൻ്റെ കുഞ്ഞുങ്ങൾ പറയണം എൻ്റെ പപ്പ ഒരു വിശുദ്ധനാണെന്ന്, സഭക്കാര് പറയും എൻ്റെ പാസ്റ്റർ വിശുദ്ധനാണെന്ന് പറയാം, നാട്ടുകാരൊക്കെ പറയും, എൻ്റെ ഹല്ലേലൂയ സഹോദരങ്ങൾ പറയാം അവന് കുഴപ്പമില്ലെന്നൊക്കെ പറയാം. പക്ഷേ എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ എൻ്റെ സകലവിധമാകുന്ന രഹസ്യങ്ങളും അറിയാൻ കഴിയുകയുള്ളൂ. ആകയാൽ സഭ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഇന്നു മുതൽ നമ്മുടെ ഭാര്യമാരെ നമുക്ക് സ്നേഹിക്കാൻ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതുവരെ നിങ്ങൾക്കത് കഴിയുന്നില്ലെങ്കിൽ
കർത്താവിനോട് പറയണം, കർത്താവെ, എൻ്റെ ഭാര്യയെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അവളെ കാണുമ്പോൾ വെറുപ്പ് തോന്നുകയാണ്. എനിക്ക് അവളോട് സ്നേഹിക്കാൻ കഴിയുന്നില്ല. മനസ്സിന് സ്നേഹമുണ്ടെങ്കിലും എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഭാര്യ നഷ്ടപ്പെട്ടു പോയ ഒരു ഭർത്താവിനെ വിളിച്ച് ചോദിച്ചാലറിയാം അവൻ അനുഭവിക്കുന്ന മാനസികമായ വേദന. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതൊന്നും നഷ്ടപ്പെടുത്താതെ വണ്ണം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഭാര്യയെ ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ആകയാൽ സഭയെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഇന്നു മുതൽ സ്നേഹിക്കുവാൻ ഈ സന്ദേശത്തിൽ കൂടെ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുകയാണ്. 2 എഫെസ്യ ലേഖനം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. കേട്ടോ, സ്നേഹത്തിന്റെ അളവ് കുറച്ചും കൂടെ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൂട്ടുകയാണ്. നേരത്തെ പറഞ്ഞു സ്വന്തം ജീവൻ കൊടുത്ത് സ്നേഹിച്ചു. ഇപ്പോഴും പറയുകയാണ് എങ്ങനെ സ്നേഹിക്കണം. സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുന്നവരായിരിക്കണം ഭർത്താവ്. ഹല്ലേലൂയ. സ്വന്തം ശരീരം, എൻ്റെ അവയവത്തിനൊരു വേദന വന്നാൽ, എൻ്റെ ഭാര്യയ്ക്കൊരു എൻ്റെ അവയവത്തിനൊരു വേദന വന്നാൽ എൻ്റെ ശരീരം മുഴുവന് വേദനിക്കുകയാണ്. ഇതുപോലെയാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് എൻ്റെ ശരീരത്തിൽ ഫീൽ ചെയ്യണം, എൻ്റെ മനസ്സിലൊരു ഫീൽ ചെയ്യണം. എൻ്റെ കണ്ണുകൾക്കത് കണ്ണുനീരായി ചിലപ്പോൾ തീരും. എനിക്ക് മനസ്സിനകത്ത് ഒത്തിരി വേദന വരും. കാരണം എന്താ? എൻ്റെ ഭാര്യയും ഞാനും ഒരു ശരീരമാകുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. പല സഹോദരങ്ങളും ദൈവദാസന്മാരും ദൈവത്തെ ആരാധിക്കുന്നെന്ന് പറയുന്ന അനേക കുടുംബങ്ങളിൽ സഹോദരിമാർ വേദന കൊണ്ട് പുളയുമ്പോൾ തിരിഞ്ഞു നോക്കാതെ, മൈൻഡ് ചെയ്യാതെ അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് പോകുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. എൻ്റെ ദൈവദാസന്മാരോട് പറയുന്നു, ശുശ്രൂഷയേക്കാൾ ഏറ്റവും വലുത് ദൈവം എന്ന ആദ്യത്തെ ബന്ധത്തെ ഉറപ്പിച്ചിട്ടായിരിക്കണം ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് പോകേണ്ടത്. നമ്മുടെ വീട്ടിൽ ദൈവം നമ്മുടെ ശരീരമായി തന്നിരിക്കുന്ന ഒരു ശരീരം എന്നാണ് പറയുന്നത്. ഒരു ശരീരമായിരിക്കുന്ന അവയവത്തിന് വേദന വരുമ്പോൾ നമ്മൾ അതിനെ അവഗണിച്ചു പോയാൽ നമ്മൾ ജീവിതത്തിൽ ആ ഒരു ശരീരമായി നമുക്ക് കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. അവരുടെ വേദന, സ്ത്രീകൾ ബലഹീനരാണ്, നമുക്കറിയാം. അവർക്ക് മാസങ്ങളിൽ ചില വേദനയുടെ ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ ചിലരൊക്കെ വളരെ മൃഗീയമായി അവരോട് കാണിക്കുന്ന പല സ്വഭാവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പലരും കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രിയ ദൈവദാസന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വലിപ്പമല്ല നിങ്ങളെ നിത്യതയിലെത്തിക്കുന്നത്. ദൈവം തന്ന തുണയെ സ്വന്തം ശരീരം പോലെ സൂക്ഷിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവപുരുഷന്റെ കുടുംബജീവിതത്തെ എന്ന് പറയുന്ന ഒരു ഗുണമായി ഇത് തീരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ഗുണം നഷ്ടപ്പെട്ടിട്ട് വേറെന്ത് ഗുണമുണ്ടെന്ന് പറഞ്ഞാലും അത് നിഷ്ഫലമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ പോലെ നിങ്ങൾ സ്നേഹിക്കണം. അവൾക്കൊരു വേദന വന്നു, നിങ്ങൾക്ക് ആ സെക്കൻഡിൽ ഫീൽ ചെയ്യണം. അവർക്കൊരു കണ്ണുനീരിന്റെ അവസ്ഥ വന്നു, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴും. കാരണം സ്വന്തം ശരീരമായതുകൊണ്ട്. ഇന്ന് ഭാര്യ 10 ദിവസം കൊണ്ട് കരഞ്ഞുകൊണ്ട് കിടന്നാലും നെടുവീർപ്പ് കിടന്നാലും ഇവിടെ ദാണ്ടെ ഒരു കുഴപ്പവും ഇല്ല. ദാണ്ടെ ഒരുങ്ങി അവർ ആരാധനയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഭാര്യ എങ്ങനെ കിടക്കുന്നു, ഭാര്യ കഴിച്ചിട്ടുണ്ടോ, ഭാര്യ കുടിക്കുന്നുണ്ടോ, ഭാര്യയ്ക്ക് എന്താണെന്ന് പോലും ചോദിക്കാത്ത അനേക വിശുദ്ധന്മാരെന്ന് പറയുന്ന ദൈവപുരുഷന്മാരുണ്ട്. അവരുടെ തെറ്റല്ല, നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവില്ലായ്മയാണ്. പ്രിയമുള്ളവരെ, അവരുടെ കണ്ണുനീര് ഒരിക്കലും നമുക്കൊരു ശാപമായി തീരരുത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ സ്വന്തം ശരീരം പോലെ എൻ്റെ ഭാര്യയെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ചില മാസങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് വേണ്ടി അല്ല നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുന്നത്. വ്യക്തിപരമായി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ ശരീരം പോലെ, സ്വന്തം ശരീരം പോലെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹത്തിന് ഇറങ്ങണം. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, സ്വന്തം ശരീരം പോലെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പല ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുരുഷന്മാർ പലപ്പോഴും പാപങ്ങളിലേക്ക് പോകുന്നത്, പലപ്പോഴും തെറ്റുകളിലേക്ക് പോകുന്നത്, ഈ ലോകത്തിന്റെ പച്ചയായ മ്ലേച്ഛതകളിലേക്ക് പോകുന്നത്, ജാതികളെ പോലെ ദൈവഹിതമില്ലാതെ പോകുന്നത്. എന്നാൽ ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാൻ കഴിയുമോ? എൻ്റെ ഭാര്യയെ എൻ്റെ സ്വന്തം ശരീരം പോലെ ഞാൻ സ്നേഹിക്കുമെന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഭർത്താവിൻ്റെ രണ്ടാമത്തെ ഗുണം, ഹല്ലേലൂയ, ഭാര്യ സ്വന്തം ശരീരത്തെ പോലെ ഭാര്യയെ സ്നേഹിക്കണം. മൂന്നാമതായി എഫേസ്യ ലേഖനം 5-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നു, പോറ്റി പുലർത്തണം. പോറ്റുക എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനെന്നാണ് എൻ്റെ അർത്ഥം. പോറ്റി പുലർത്തുക എന്ന് വെച്ചാൽ ഭാര്യയുടെ രക്ഷകനാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഭാര്യയെ വിവാഹം കഴിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ അവളുടെ രക്ഷകനായിട്ട് ഞാൻ തീരുകയാണ്, നിങ്ങൾ തീരുകയാണ്. ഹല്ലേലൂയ. രക്ഷകന്റെ റോൾ എന്താണ്? എൻ്റെ കുഞ്ഞിനെ കുറിച്ച് സ്കൂളിൽ പറയും, രക്ഷകർത്താവിനെ കൊണ്ടുവരാൻ പറയും. പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടുക, അവനെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾക്ക് രക്ഷകർത്താവിനെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഞാൻ അവന് ഫീസ് കൊടുക്കണം, അവന്റെ കാര്യങ്ങളിൽ എല്ലാത്തിലും ഏതൊട്ട് ഇസഡ് വരെയുള്ള കാര്യങ്ങളിൽ ഞാൻ രക്ഷകനായി നിന്നുകൊണ്ട് നിൽക്കണം. അതിനെയാണ് രക്ഷകൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയാണ് ഭർത്താവ് ഭാര്യയുടെ രക്ഷകനാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായി പറയുന്നു, നമ്മൾ രക്ഷകനായിരിക്കുമ്പോൾ തന്നെ അവരെ പോറ്റി പുലർത്തേണ്ട കടമ നമുക്കുള്ളതാണ്. വലിയ ബാധ്യതകൾ വരുത്തി വെച്ചിട്ട് ഭാര്യയെ ജോലിക്ക് പറഞ്ഞു വിടുന്നവരുണ്ട്, തൊഴിലുറപ്പിന് പറഞ്ഞു വിടുന്നവരുണ്ട്. തെറ്റല്ല കേട്ടോ, അല്ല, വീട്ടു ജോലിക്ക് പറഞ്ഞു വിടുന്നവരുണ്ട്. എന്നിട്ട് ദാണ്ട ഈ മനുഷ്യൻ വീട്ടിലിരിക്കുകയാണ്. അത് തെറ്റായ കാര്യമാണ്. ഞാൻ താഴ്മയായി വിനയത്തോട് പറയുന്നു, ഭാര്യയെ നമ്മളാണ് പോറ്റി പുലർത്തേണ്ടത്, നമ്മളാണ് അവരുടെ രക്ഷകൻ. ഹല്ലേലൂയ. കാരണം വിശുദ്ധ വേദപുസ്തകം നമ്മെ തലയായിട്ടാണ് ഈ കുടുംബജീവിതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതത്തിനകത്ത് ഭാര്യയെ പോറ്റി പുലർത്താൻ കഴിവില്ലാത്ത ഒരു വ്യക്തി പോലും വിവാഹത്തിലേക്ക് ഇറങ്ങരുത്. യൗവനക്കാരോട് ഞാൻ പറയുന്നു, ഭാര്യയുടെ സമ്പത്ത് മോഹിച്ചിട്ട്, ഭാര്യയുടെ സൗന്ദര്യം മോഹിച്ചിട്ട്, ഭാര്യയുടെ സ്വത്ത് മോഹിച്ചിട്ട്. എനിക്കറിയാം, പലരും വിവാഹം കഴിച്ച് ചില വർഷങ്ങൾ കഴിയുമ്പോൾ സ്ത്രീധനത്തിന്റെ കുറവിനെ കുറിച്ച് പറയുന്ന വിശുദ്ധന്മാരെന്ന് പറയുന്ന ദൈവദാസന്മാരുണ്ട്, അനേക വിശ്വാസികളുണ്ട്. വീട്ടിനകത്ത് സ്ത്രീധനത്തെ കുറിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ട്, തല്ലുകൂടിയിട്ട്, അതും ഇതും പറഞ്ഞിട്ട്, ഭാര്യയായിട്ട് കരയിപ്പിച്ചിട്ട്, പള്ളിയിൽ ചെന്നിട്ട് ഒന്നാന്തരം പ്രസംഗം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് ഉണ്ടായിരിക്കാം. എനിക്ക് വ്യക്തിപരമായി പലരും എനിക്കറിയാം. കൈയിടിച്ച് അഭിഷേകത്തിൽ ആത്മീയ ആരാധനകൾ നടത്തുന്നവരുണ്ട്. പ്ലീസ്, ഇത് പാപമാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് തന്ന തുണ നിങ്ങളുടെ സ്വന്തം ശരീരമാണ്. രണ്ടാമതായി അവരെ പോറ്റി പുലർത്തേണ്ട കടമ നമ്മുടേതാണ്. ആകയാൽ താഴ്മയായിട്ട് വിനയത്തോട് പറയുന്നു, ഭർത്താവിന്റെ മൂന്നാമത്തെ ഗുണവിശേഷം ഭാര്യയെ പോറ്റി പുലർത്തണം. വിവാഹം കഴിഞ്ഞ ശേഷം സ്ത്രീധനത്തെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. സ്ത്രീധനം കിട്ടിയാലേ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുണ്ട്. നമ്മളെല്ലാം ഫോഷന്മാരായി തീരല്ലേ? വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് തന്നത് മതിയെന്ന് പറയുക. അവരെ പോറ്റി പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പല പുരുഷന്മാരും സ്ത്രീകൾക്കൊരു വസ്ത്രം പോലും വാങ്ങിച്ചു കൊടുക്കത്തില്ല. കൊടുക്കുന്നത് ആരാണ്? ആ ഭാര്യയുടെ അമ്മയോ സഹോദരങ്ങളോ ആയിരിക്കും. അത്ര ഭോഷത്വമായ കാര്യമാണ്. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറൊരു ലെവലിൽ എടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് നടക്കുന്ന സംഭവങ്ങളാണ്. എത്രയോ ആത്മീയ ലോകത്ത് ദൈവദാസന്മാരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ആ ഒരു സിസ്റ്റം നമ്മിൽ നിന്ന് മാറണം, നമ്മുടെ ആത്മീയ ലോകത്തു നിന്ന് മാറണം. തലയായിരിക്കണം. തലയുടെ കർത്തവ്യം അവരെ പോറ്റി പുലർത്തണം. അവർക്ക് ജീവിതത്തിൽ എന്താവശ്യമുണ്ടോ, ദൈവഹിതമുള്ളതൊക്കെയും നിങ്ങളത് ചെയ്യണം. വസ്ത്രം മാത്രമല്ല, ആഹാരം മാത്രമല്ല, അവരുടെ എല്ലാ വിഷയങ്ങളും അവരെ പോറ്റി പുലർത്തുന്നവരായിരിക്കണം. നാലാമതായി വിശുദ്ധ വേദപുസ്തകം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 31-ാം വാക്യം പറയുന്നു, ഭാര്യയോട് പറ്റിച്ചേരണം. ഹല്ലേലൂയ. ഭാര്യയോട് എന്ത് ചെയ്യണം? പറ്റിച്ചേരണം.
പറ്റിച്ചേർന്നാൽ മാത്രമേ ഇതിനിടയിൽ ആരും കയറാതിരിക്കുകയുള്ളൂ. പറ്റിച്ചേരാത്തത് കൊണ്ടാണ് ദൈവഹിതമില്ലാത്ത പലരും, പുറത്തുള്ള പലരും ഇതിനിടയിൽ കയറാനുള്ള കാര്യം നമ്മൾ പറ്റിച്ചേരാത്തതുകൊണ്ടാണ്. പറ്റിച്ചേരാത്തത് കൊണ്ട് നമ്മുടെ രഹസ്യങ്ങളൊന്നും നമ്മുടെ ഭാര്യയോട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ നോക്കുക, നമ്മളൊരു സാധനം മേടിക്കുന്നു, നമ്മൾ ആദ്യം നമുക്ക് വേണ്ടപ്പെട്ട ബോസിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കും. അത് ശരിയല്ല. കാരണം നിങ്ങളുടെ ശരീരത്തോട് അഭിപ്രായം ചോദിക്കണം. സഭയെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ അഭിപ്രായം ചോദിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയോടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് ആരൊക്കെ നിങ്ങൾക്ക് വലിയ ബന്ധങ്ങളുണ്ടെങ്കിലും ഭാര്യയെ പോലൊരു ബന്ധം ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. ആകയാൽ ഭാര്യയോട് പറ്റിച്ചേരണം. പറ്റിച്ചേരാതെ നിങ്ങളുടെ ആത്മീയ ജീവിതം കൊണ്ടുപോയാൽ ഇതിനിടയിൽ നുഴഞ്ഞു കയറുന്ന ചില വ്യക്തികൾ ഉണ്ടാകും, ചില വിഷയങ്ങൾ ഉണ്ടാകും, ചില പ്രയാസങ്ങൾ ഉണ്ടാകും. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ തകർക്കും, നിങ്ങളുടെ കുടുംബ ബന്ധത്തെ ഉടച്ചു കളയും, നിങ്ങൾക്കുള്ള സന്തോഷം കെടുത്തിക്കളയും. സ്വർഗം, ഭൂമി, ദൈവം തന്നിരിക്കുന്ന സ്വർഗീയ ആത്മീയ സന്തോഷത്തെയും നിത്യതയുടെ വെളിപ്പാടിനെയും തകർത്ത് കളയുവാൻ അത് കാരണമായി തീരുമെന്ന് പരിശുദ്ധാത്മാവിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ വചനത്തിൽ കൂടെ ദൂത് പറയുകയാണ്. എവിടേക്കോ ഏതൊക്കെയോ ജീവിതത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് മറക്കാൻ കഴിയുന്നില്ല, ഇന്നതിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് പരുവത്തിൽ കുടുംബത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സഭയിൽ പോകുമ്പോൾ ആത്മീയത, വീട്ടിനകത്ത് ഭാര്യയുടെ മുമ്പിൽ അഭിനയം, പക്ഷേ ഇടയിൽ കയറിയതിനെ കളയാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആരൊക്കെയോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. നിങ്ങൾ ഇവിടെ ഇരുന്ന് യേശുവിനോട് പറയുക, അപ്പാ എനിക്കൊരു നല്ലൊരു ഭർത്താവായി ജീവിക്കണം. എൻ്റെ ഭാര്യയെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ളൊരു കൃപ തരണം. സ്വന്തം ശരീരത്തെ പോലെ എനിക്ക് സ്നേഹിക്കണം. എനിക്ക് അവളെ പോറ്റിപ്പുലർത്തണം. നാലാമതായി എനിക്ക് അവളോട് പറ്റിച്ചേരണം കർത്താവേ. ഹല്ലേലൂയ. പറ്റിച്ചേർന്നാലുണ്ടെന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന നിങ്ങളുടെ ഭാര്യയ്ക്കറിയാം. നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിന്റെ നൊമ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് പറ്റിച്ചേരുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പറ്റിച്ചേരിൽ ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ചിലരൊക്കെ എന്ന് വെച്ചാൽ ഇന്നും ഭാര്യയോടൊരു കാര്യം ചോദിക്കത്തില്ല, നേരെ ചെന്ന് അമ്മയോട് ചോദിക്കും, അമ്മ ഞാൻ അവൾക്കൊരു സാരി വാങ്ങിച്ചു കൊടുക്കട്ടോ, അവൾക്കൊരു ചുരിദാർ വാങ്ങിച്ചു കൊടുക്കട്ടോ, അവൾക്ക് ഇത്ര രൂപ കൊടുത്തു, അവൾക്ക് 100 രൂപ കൊടുക്കട്ടോ എന്ന് ചോദിക്കുന്ന പുരുഷന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ വേറൊന്നും പറഞ്ഞു കളയരുത്. അത് തെറ്റാണ്. വേദപുസ്തകത്തിൽ ഒരു വിശുദ്ധൻ എങ്ങനെ ആയിരിക്കണം? ഭാര്യയോട് പറ്റിച്ചേരണം. കാരണം അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണം. അതുകൊണ്ട് അമ്മയും അപ്പനെയും കളയണമെന്നല്ല വേദപുസ്തകം പറയുന്നത്. പക്ഷേ ഇവിടെ പറ്റിച്ചേരേണ്ടത് ആരോടാണ്? ഭാര്യയോടാണ്. ആ പറ്റിച്ചേരലിന്റെ മുമ്പിൽ ആരോടും അഭിപ്രായം ചോദിക്കേണ്ട. ഭാര്യയ്ക്ക് ചുരിദാർ വാങ്ങിക്കണോ, ഭാര്യയ്ക്ക് ഏത് കളറിലെ ചുരിദാറാണ് ഇഷ്ടപ്പെടുന്നത്, ഭാര്യയ്ക്ക് ഏത് സാരിയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് മറ്റൊരാളോട് ചോദിക്കേണ്ട. ഭാര്യയോട് ചോദിച്ചാൽ മതി. ഭാര്യയോട് ചോദിക്കാൻ വേണ്ട. അവളുടെ ഇംഗിതം നിങ്ങളുടെ പറ്റിച്ചേരലിന്റെ നടുവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ നിങ്ങൾക്ക് അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ രീതി, അവരുടെ പെരുമാറ്റം, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഭാര്യയോട് നിങ്ങൾക്ക് പറ്റിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് നിമിത്തം കുടുംബജീവിതത്തിനകത്ത് കലക്കമുണ്ടാകുന്നു. നിസ്സാര വിഷയത്തിലല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നിസ്സാര വിഷയത്തിലല്ലേ എത്രയോ ദിവസങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം പോലും ഇല്ലാതെ പിണങ്ങി ജീവിക്കുന്നത്? എത്രയോ പേർ കുടുംബം രണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, പറ്റിച്ചേരേണ്ടടുത്ത് പറ്റിച്ചേർന്നോണം. ഇല്ലെങ്കിൽ പറ്റിച്ചേരാൻ കാത്തിരിക്കുന്ന പലരും പുറത്തുണ്ട്. അത് ഇടയിലേക്ക് കയറിയാൽ നിങ്ങളുടെ തമ്മിൽ കുടുംബ ജീവിതത്തെ ഭിന്നാഭിന്നമാക്കി തീർക്കുവാനിടയാകും. ഒരു ആന്റി 75ഓളം വയസ്സുള്ള ഒരു ആന്റി എന്നോട് വന്ന് പറയുകയാണ്, ഫസ്റ്റ് എനിക്ക് ഡൈവേഴ്സ് വേണം. ഹല്ലേലൂയ. ഞാൻ അറിയാതെ ചിരിച്ചുപോയി. കാരണം എന്താണ്? അവൻ ശരിയല്ല, ഭർത്താവ് ശരിയല്ല, എന്നെ കൊണ്ട് പറ്റൂല, അദ്ദേഹത്തോട് ജീവിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തരുന്ന പണത്തിന് അദ്ദേഹം കണക്ക് പറയും, എനിക്ക് തരുന്ന ആഹാരത്തിന് അദ്ദേഹം കണക്ക് പറയുന്നു, ഞാൻ അല്പം താമസിച്ചു വന്നാൽ വീട് പൂട്ടിയിടുന്നു. ആകെപ്പാടെ പ്രശ്നം. എനിക്ക് ആ മനുഷ്യനെ വേണ്ട, ഞാൻ ഡൈവേഴ്സിന് പോകുന്നു. നോക്കുക, ആത്മീയ ലോകത്ത് നടക്കുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ? ഇടയിലേക്ക് ചിലർ കയറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദ്രവ്യാഗ്രഹം ഇടയിലേക്ക് കയറരുത്.
ഭാര്യയും ഭർത്താവുമുള്ള പറ്റിച്ചേലിന്റെ ഇടയിൽ നിങ്ങളുടെ ദ്രവ്യാഗ്രഹം കയറരുത്. അതിൽ മറ്റൊരു സ്ത്രീ കയറരുത്, മറ്റൊരു ആഗ്രഹം കയറരുത്, മറ്റൊരു വികാരം കയറരുത്, ലോകത്തിന്റെ മോഹങ്ങൾ കയറരുത്. കയറുമ്പോൾ പലതും രണ്ടായി പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ഭാര്യയോട് എനിക്ക് പറ്റിച്ചേരാൻ കഴിയുന്നില്ല. വർഷങ്ങളായി കുടുംബജീവിതം നയിച്ചിട്ട് കുടുംബജീവിതം എന്താണ് അതിന്റെ സന്തോഷം എന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ദൈവദാസനെ, ഇന്നിവിടെ ഇരുന്നൊരു തീരുമാനമെടുക്കാമോ? ഒരുപക്ഷെ ഭാര്യ രക്ഷിക്കപ്പെടാത്ത സ്ത്രീ ആയിരിക്കാം, ഭാര്യ ദൈവത്തിൽ നിന്ന് അകന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ ഭാര്യ നിങ്ങൾക്ക് കീഴ്പ്പെടാത്ത വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ ഭാര്യ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ വാക്കിനെ നിസ്സാരം പോലെ കാണുന്ന വ്യക്തിയായിരിക്കാം. ഇതുപോലെയാണ് ഞാനും യേശുവിനെ ഒരു സമയത്ത് നിസ്സാരം പോലെ കണ്ടു. പ്രവാചകന്മാരെ കള്ളനെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചവൻ, അപ്പൊ അഭിഷേകത്തെ തള്ളിക്കളഞ്ഞവൻ, ദൈവരാജ്യത്തെ തള്ളിക്കളഞ്ഞവൻ, ദൈവദാസന്മാര് മുഴുവനും കള്ളന്മാരെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നവൻ. സ്തോത്രം. എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഇതുപോലെ ആയിരിക്കണം. നമ്മെ അവർക്ക് താല്പര്യമില്ലെങ്കിലും, അവർ നമ്മളെ അപമാനിച്ചാലും, നമ്മൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങാമോ? അവരുടെ യഥാർത്ഥമായ സ്നേഹം നമ്മൾ അനുഭവിക്കും. നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നതിന് മുമ്പ് ഒരു സ്വർഗീയ അനുഭവം, സ്വർഗീയ ആത്മീയ സന്തോഷം കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ പറ്റിച്ചേരണം. ആരോട്? ഭാര്യയോട് പറ്റിച്ചേരണം. വേറെ ആരോടും പറ്റിച്ചേരരുത്, ഭാര്യയോട് പറ്റിച്ചേരണം. ആമേൻ. ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ അവസ്ഥകൾക്ക് പരിശുദ്ധാത്മാവ് വ്യത്യാസം വരുത്തും. കൊലോസ്യ ലേഖനം 2-ാമത്തെ 19 വാക്യം എന്ന് പറയുന്നു, കയ്പായിരിക്കരുത്. ആരോട്? ഭാര്യയോട് കയ്പായിരിക്കരുത്. ഹല്ലേലൂയ. ഇനി ചിലരുണ്ട്, ഭാര്യയുടെ മുമ്പിൽ മനസ്സിനകത്ത് കയ്പ് വെച്ചിട്ട് ഭയങ്കരമായി അഭിനയിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഞാൻ പറയട്ടെ, അത് പാപമാണ്. അത് യഥാർത്ഥമായ തലയുടെ സ്വഭാവമല്ല. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ അവൾ ചെയ്തത്, അവൾ പറഞ്ഞത്, അവളുടെ കുടുംബക്കാർ പറഞ്ഞത്, അവളുടെ ബന്ധുക്കൾ പറഞ്ഞതൊക്കെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ നിന്ന് കയ്പ് അത് മാറ്റിയിട്ട് മനസ്സ് തുറന്ന് ഒന്ന് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഒരു വിശുദ്ധ കുടുംബജീവിതമായി തീരും. ഈ ഭൂമിയിൽ ദൈവം ഒരു വിശുദ്ധ കുടുംബജീവിതം ആഗ്രഹിക്കുകയാണ്. ആ വിശുദ്ധന്റെ കുടുംബത്തിൽ നിന്നാണ് അടുത്തൊരു വിശുദ്ധ പ്രജ എഴുന്നേറ്റ് വരേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ വിശുദ്ധന്റെ വീട്ടിനകത്ത്, അതാണ് സങ്കീർത്തനം പറയുന്നത്, നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഹോഷം നീതിമാന്മാരുടെ കൂടാരത്തിലൊക്കത്തുണ്ട്. അവന്റെ കുടുംബത്തിനകത്ത് ആവശ്യപ്പെടുന്നത് ദൈവം തരും. വിശ്വാസത്തിൽ ഒരു കുറവ് വരില്ല. അവരുടെ സഭയ്ക്ക് ആ കുടുംബം ഒരു അനുഗ്രഹമായി തീരും. ആ ദേശത്ത് ഒരു മാതൃകയായിരിക്കും. യേശുവിന്റെ നാമം ആ കുടുംബത്തിൽ കൂടെ ഉയരാനിടയാകും. അവർ തൊടുന്നത് ഒരു ദൈവിക വിടുതലായി തീരും. അവസാനം നിത്യതയിലേക്ക് പറന്നുയരത്തക്കവണ്ണം ആ കുടുംബം വിശുദ്ധിയുള്ള കുടുംബമായി തീരും. ഇതിനെ ഏതേൻ തോട്ടത്തിൽ വെച്ച് കുടുംബത്തെ പൊളിച്ച പിശാച് ഇന്നും അലറിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഒരു പുരുഷന്റെ അല്ലെങ്കിൽ തലയാകുന്ന ഒരു പുരുഷന്റെ ഹല്ലേലൂയ ജീവിതത്തിന്റെ കുടുംബജീവിതത്തിന്റെ 5 അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം തിരുവചനത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങൾ ഇന്ന് മറ്റു ജ്ഞാനത്തോടുകൂടെ നിങ്ങൾ ചിന്തിക്കാതെ പരിശുദ്ധാത്മാവിന്റെ കീഴ്പ്പെട്ട്, കർത്താവേ, എന്റെ ലൈഫിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു വരാമോ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ മൂടാം. ആരുടെങ്കിലും കുടുംബജീവിതത്തിനകത്ത് വളരെ വേദനയോട് കൂടെ പോകുന്നു. എത്ര ഞാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, എത്രയെല്ലാം പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നടന്നിട്ടില്ല, എത്രയോ ക്രൂസൈഡുകൾക്ക് ഞാൻ പോയി, എത്രയോ നേർച്ചകൾ നേർന്നു, ഞങ്ങളുടെ കുടുംബം നേരെ പോകുന്നില്ല. എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. യേശു നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒരുമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യോശുവ ഭക്തൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഹല്ലേലൂയ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഈ ഭൂമിയിൽ ആ കുടുംബം ഒരുമിച്ച് ദൈവത്തെ സേവിക്കട്ടെ. പേർ വിളിക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ പേരുള്ളവരായി തീരുവാൻ നിങ്ങളുടെ കുടുംബം ഒന്നിച്ച് നിത്യതയെ കാണണം. അതിനുവേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. പിതാക്കന്മാരെ, ദൈവദാസന്മാരെ, യൗവനക്കാരെ, വിവാഹം കഴിക്കാൻ പോകുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അവരെ പോറ്റി പുലർത്താൻ കഴിയുമെങ്കിൽ, അവരോട് പറ്റിച്ചേരാൻ പറ്റുമെങ്കിൽ, കൈപ്പായൊന്നും നിങ്ങളുടെ മനസ്സിനകത്ത് വെക്കരുത്. സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണ്. അവർ ചിലപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ വന്നെന്ന്
വരില്ല. പക്ഷെ അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ അവരുടെ സ്നേഹം ഇരട്ടിയായി നമുക്ക് ദൈവം അവർ നമുക്ക് തരുവാനിടയാകും. സ്വന്തം ശരീരം പോലെ നിങ്ങൾ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അത് കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തെ യഥാർത്ഥമായി സ്വീകരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ഇപ്പോൾ അവരെ ആശീർവദിക്കണമേ. ഒരുപക്ഷെ ജീവിതത്തിനകത്ത് കുടുംബജീവിതം രണ്ടായി പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. സമാധാനമില്ലാതെ കുടുംബത്തിനകത്ത് വന്നു കയറുമ്പോൾ, ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ കർത്താവെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥകളുണ്ട്. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിക്കുന്ന കർത്താവെ, ആ പൈശാചിക വ്യാപാരത്തെ ഞങ്ങൾ ഉടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ ഈ സന്ദേശം കൊടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഓരോ ദൈവദാസന്മാരുടെ മേലും, ഓരോ ദൈവ മക്കളുടെ മേലും ഇപ്പോൾ തന്നെ ഇറങ്ങി വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പുതുതായി വിവാഹം കഴിക്കാൻ പോകുന്ന യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു എന്ന തലയോളം അവർ വളർന്നു വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി കർത്താവ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം. സർവ മാനവും മഹത്വം എല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതം ഏറ്റവും വിലയുള്ളതാണ്. ബന്ധങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ദൈവം ഒന്നിപ്പിച്ച ബന്ധം കുടുംബ ബന്ധം. ഇതിനെ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഈ 5 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണം നഷ്ടപ്പെട്ടെങ്കിൽ അവിടെ ഇരിക്കും, അല്പനേരം പ്രാർത്ഥിപ്പിൻ, ദൈവത്തോട് കരയുക. കുടുംബം ഒന്നിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.